ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. നമ്മുടെ എക്കണോമി തന്നെ കേരളത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഹെൽത്തിയായ എക്കണോമി അല്ല. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? അതിന്റെ കാരണം എന്താണ്? നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ഒരു സ്റ്റേറ്റിന് പണം ഉണ്ടാക്കേണ്ട യഥാർത്ഥ മേഖലകളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തില്ല. എനിക്കതാ മനസ്സിലാകാത്തത്. എന്തൊരു വിഡിതമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ജോലിയാണോ മദ്യം വിൽപ്പന? അങ്ങനത്തെ ഒരു വർത്താനോ? ഇത്തിരി കഴിയുമ്പോൾ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ, സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം എത്രയാണ് കോടീശ്വരന്മാരവിടെ. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്റെയൊക്കെ ബാല്യകാലത്ത് ഇവിടെ ഒരു മേസ്തിരി പണിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ഇന്ന് ബംഗാളികൾ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്ന തമിഴ്നാട്ടുകാരാ. ഇന്നൊരൊറ്റ തമിഴൻ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം. എത്രയോ മലയാളികൾ തമിഴ്നാട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ട്. നേരെ തിരിഞ്ഞു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരാള് സംരംഭകനാകരുത് എന്ന മനോഭാവത്തോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് സംവിധാനങ്ങൾ. ഒന്നും അറിയില്ല പോങ്ങൻ. നോക്കണ്ട ഇയാളാ. സംരംഭകൻ വരുന്നവനെ അവൻ ഒരു കൊല്ലം നടത്തിയിട്ട് അവൻ അത് നിർത്തിയിട്ട് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നാടുവിട്ട് തമിഴ്നാട്ടിൽ പോയി തുടങ്ങും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പം ഇതൊക്കെ മാറിയാൽ കേരളം ഈ പറഞ്ഞ ഈ മദ്യം വിറ്റ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടി വരില്ല. നാണക്കേടാ ഇത്. ഇതിനൊക്കെ ഇനി അടുത്തതായിട്ട് വ്യഭിചാരശാലകൾ കൂടി നമ്മൾ തുടങ്ങേണ്ടി വരും. അതല്ല ഉദ്ദേശം, നാണക്കേടാണത്. നമ്മുടെ മനോഭാവമാണ്. നമ്മൾ സംരംഭകനെ വളരാൻ വിടില്ല, എന്നാൽ മദ്യം വിറ്റ് ജീവിക്കാമെന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ നടത്തി ഏത് സാധനമെങ്കിലും ഒരെണ്ണം ലാഭമാക്കി എന്റെ കഥ പറയാമോ? ഉണ്ട് ഉണ്ട്. അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലടാ ഇതോ ബിവറേജസ് പോലും ഇപ്പൊ നഷ്ടമാണ്. കള്ള് വിറ്റിട്ട് നഷ്ടം വരുത്തിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ പറഞ്ഞത് ശുദ്ധമായ മണ്ടത്തരങ്ങളാണ് നമ്മളുടെ ഈ ഗവൺമെന്റ് സെക്ടറിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷം. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ